അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോണേ ഏഷ്യൻ കോണ്ടിനെൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പവർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ആ പവർ ഷിഫ്റ്റിംഗ് ഇന്ത്യയിലോട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പവർ ഷിഫ്റ്റിംഗ് മൂലം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചൈനയുടെ ഒപ്പം, അല്ലെങ്കിൽ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം ചൈനയേക്കാൾ മുന്നിൽ നമുക്ക് മിലിറ്ററി കാര്യത്തിൽ എത്താൻ സാധിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഇതെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വളരെ കൃത്യമായി പറയുന്നത്. അപ്പോൾ വ്ളാഡിമിർ പുടിന് ഡിസംബർ 5-ാം തീയതി ഇന്ത്യയിലോട്ട് വരികയാണ്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് എഗ്രിമെൻറ്റ്സ് ഇന്ത്യയും റഷ്യയും സൈൻ ചെയ്യും. ഈ എഗ്രിമെൻറ്റ്സ് ആണ് ഒരു 16% ഇന്ത്യയിലോട്ടുള്ള പവർ ഷിഫ്റ്റിന് കാരണമാണ്. ഉക്രൈനുമായിട്ടുള്ള യുദ്ധം കാരണം റഷ്യയിൽ വളരെ വലിയൊരു പണപ്പെരുപ്പാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാനും മറ്റുള്ള രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യാനും ആവശ്യമുള്ള മിലിറ്ററി പോലുള്ള സാധനങ്ങൾ അവർക്ക് അവരെ രാജ്യത്ത് വെച്ചുണ്ടാക്കുമ്പോൾ വളരെ വലിയ കോസ്റ്റ് ആകുകയാണ്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് വ്ളാഡിമിർ പുടിൻ ഈ ഡിസംബർ 5-ാം തീയതി ഇന്ത്യയിലെത്തുന്നത്. കാരണം ഇന്ത്യയും റഷ്യയും ചേർന്ന് ഇനി Su-57 ഇന്ത്യയിൽ മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് കീഴിൽ നിർമ്മിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ഫുൾ ടെക്നോളജി ട്രാൻസ്ഫറാണ്. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മോസ് നമ്മൾ മറ്റുള്ള രാജ്യത്തിലോട്ട് കയറ്റുമതി ചെയ്യും പോലെ തന്നെ നമുക്ക് കയറ്റുമതി ചെയ്യാം. അതുവഴി നമുക്ക് ഒരു വലിയൊരു ഡിഫൻസ് പവറായി മാറാം. ഇത് മാത്രമല്ല, അടുത്ത റൂമേഴ്സ് പ്രകാരം നമുക്ക് കിട്ടുന്ന വിവരം, റഷ്യയും ഇന്ത്യയും ചേർന്ന് ഒരു കപ്പൽ നിർമ്മാണശാല പണിത് ഇന്ത്യയിൽ ഫ്രിഗേറ്റ്സ് പോലുള്ള വളരെ വലിയ ശക്തമായ കപ്പലുകൾ, യുദ്ധത്തിനാവശ്യമായിട്ടുള്ള കപ്പലുകൾ നിർമ്മിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അവർ ഇൻഫ്ലേഷൻ ഇല്ലാത്തൊരു വലിയൊരു മാർക്കറ്റാണ് നോക്കിയിട്ടുള്ളത്, ആ ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുമല്ല, വേറെയും കുറേ എഗ്രിമെൻറ്റ്സുകൾ നടക്കുമെന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. അത് നമ്മുടെ S-400 അതിൽ കുറേ മാറ്റങ്ങളും അപ്ഗ്രേഡുകളൊക്കെ ചെയ്യുന്നുള്ള കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ടെക്നോളജി ട്രാൻസ്ഫർ കിട്ടണോടെ നമ്മൾ വലിയൊരു രീതിയിലോട്ടുള്ള ചുവടുവെപ്പിനെ നടത്താൻ കഴിയും. കാരണം കപ്പലുകൾ പോലുള്ള നേവിയിലും നമുക്ക് കുതിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്.